മൺപാത്രത്തിലെ നിധി. നമ്മുടെയൊക്കെ ജീവിതം ഒരു മൺപാത്രത്തിലെ നിധി പോലെയാന്ന് പറഞ്ഞാൽ എത്ര പേര് സമ്മതിക്കും? ഈ മൺപാത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഭയങ്കര അൺഈവൺ ആയിട്ട്, അതിന് പ്രത്യേകിച്ച് ഒരു ഷേപ്പോ അല്ലെങ്കിൽ അതിനൊരു പെർഫെക്ഷൻ ഒന്നും ഇല്ല. ഒത്തിരി ക്രാക്സ് ഉണ്ടാവും, ഒത്തിരി വിള്ളലുണ്ടാകും. അത്ര വലിയ ഭംഗിയൊന്നും അതിന് പുറത്തുനിന്ന് കാണുമ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഈ മൺപാത്രം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഭയങ്കര നശ്വരമായിട്ട് നമുക്ക് ഒട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ലൈഫ്. നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈഫ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, എൻ്റെ ലൈഫ് ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്യും നമ്മുടെ ലൈഫ്. പക്ഷെ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണോ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്? നമ്മളൊരു 2 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് എന്താണോ പ്ലാൻ ചെയ്തത്, ഒരു പക്ഷെ അത് അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയ്ക്കുള്ള ചില ടൈം പീരീഡിലുണ്ടായിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തു, കുറേ കാര്യങ്ങൾ നമ്മൾ ഫെയിൽ ആവുകയും ചെയ്തിട്ടുണ്ട്. സോ ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. നമുക്ക് എപ്പോഴും ഒരിക്കലും നമ്മുടെ ജീവിതത്തെ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ മൺപാത്രത്തിലെ നിധി എന്നൊരു കാര്യം ഞാൻ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഈ മൺപാത്രം പുറത്തുനിന്ന് കാണുമ്പോൾ അത്ര ഒരു ഭംഗിയും അട്രാക്ഷനും ഒന്നും തോന്നില്ലെങ്കിലും ഇതിൽ ഒരുപാട് വിള്ളലുണ്ടാകും. ഭയങ്കര ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് മൺപാത്രം എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ സൗന്ദര്യം അതിനകത്തൊരു തിരി കൊളുത്തി വെക്കുമ്പോൾ ആ ക്രാക്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റ്, ഒരു പ്രകാശം, അതാണ് ആ മൺപാത്രത്തിനെ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കുന്നത്. ആക്ച്വലി നമ്മളൊക്കെ ഇപ്പോൾ ഒരുപാട് പലരുടെ വീട്ടിൽ നമ്മൾ കാണും ഈ ഒരു ആന്റിക് വസ്തുവായിട്ട് നമ്മൾ ഈ മൺപാത്രങ്ങളൊക്കെ ഇപ്പോൾ വെക്കാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിന്റെ സൗന്ദര്യം തിരിച്ചറിയാൻ തുടങ്ങി. കാരണം അതിൻ്റെ അകത്തൊരു തിരി കൊളുത്തി വെക്കുമ്പോഴാണ് അതിന്റെ ആക്ച്വൽ സൗന്ദര്യം നമുക്ക് മനസ്സിലാവുന്നത്. ഇതുപോലെയാണ് നമ്മളെല്ലാവരും. നമ്മളൊക്കെ ഇൻകംപ്ലീറ്റ് ബീയിങ്സ് ആണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ നശിപ്പിച്ച് കളയും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ നമ്മുടെ കുറവുകളെ, നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ശരിക്കുള്ള ഇന്നർ ബ്യൂട്ടി, ദ റിയൽ ബ്യൂട്ടി വിൽ കം ഔട്ട്. നമ്മളിൽ ഒരുപാട് കുറവുകളുണ്ടാവും. അപ്പം എൻ്റെ കുറവുകളല്ലായിരിക്കും മറ്റൊരു വ്യക്തിയുടെ കുറവുകൾ. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളുടെ വീക്ക്നെസ് എന്താണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. അതനുസരിച്ച് നമ്മൾ അതിനെ, നമ്മുടെ ലൈഫിനെ കൂടുതൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിച്ചാൽ, ബിൽഡപ്പ് ചെയ്യാൻ സാധിച്ചാൽ അത് ഏറ്റവും സൗന്ദര്യപ്രദമാക്കും നമ്മുടെ ജീവിതത്തെ. സോ നമ്മളൊക്കെ ഒരു മൺപാത്രത്തിലെ നിധി പോലെയാണ്. പുറത്തുനിന്നുള്ള ഭംഗിയേക്കാൾ ഏറെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഇന്നർ ബ്യൂട്ടി. നമ്മളുടെ ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധി, നമ്മളുടെ നന്മ, നമ്മളിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ, മറ്റുള്ളവരെ ലിസൺ ചെയ്യാൻ, നമ്മുടെ പേഷ്യൻസ്, ഇതൊക്കെയാണ് ശരിക്കും നമ്മളെ സൗന്ദര്യമുള്ളവരാക്കി മാറ്റുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. മറ്റൊരു എപ്പിസോഡിൽ കാണാം.